ഞാൻ എന്തേലും പറഞ്ഞിട്ട് വേണം. ഇല്ല വന്നങ്ങ് വന്നങ്ങ് പറയും. ഒന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ വിചാരിക്കും ഇവിടെ വെള്ളം ഇല്ലാത്തോണ്ട് ഞാൻ കണ്ണീര് കൊണ്ട് തോർത്ത് കഴിയുവാന്ന്. അല്ല, ഞാൻ കരയുവാണ്. സത്യമായിട്ട് ഞാൻ കരയുവാണ്. സങ്കടം കൊണ്ട, വേദന കൊണ്ട കരയുക. അത് കണ്ട് കൈ കൊണ്ട. എന്ത് പാടി ഇത്? നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഈ മുഖം കറപ്പിച്ചോണ്ട് ഇരിക്കാനുള്ള പരിപാടി. എന്ത് പടി? അപ്പൊ ഇന്നലത്തെയോ? ഇന്നലെ വൈകുന്നേരം മുതല്. ഇന്നലെ വൈകുന്നേരം മുതലോ? ഇനി പരിഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നീ അതിന്റെ കാരണം പറ. നീ വിഷമിച്ചിരിക്കുന്നതിന്റെ കാരണം പറ. എന്തോ അത് കാര്യം പറയാനെ കൊണ്ട്. എന്റെ ദൈവമേ, ഇവിടെ കവിളിനകത്ത് ഹൈഡ്രൈനായിരുന്നു. ഇവിടെ കൊണ്ട് അങ്ങ് പറഞ്ഞങ്ങ് പോയേനും അങ്ങ് ശ്വാസം പിടിച്ചു വെച്ചേക്കുന്നായിരുന്നു എന്റെ വിഷമം. അല്ല പിന്നെന്തുവാന്ന്? അണ്ണ ഇത്ര നേരം എന്നോട് ചോദിച്ചില്ലയോ? ആ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ എടുത്തു. തല ഊരി പിടിച്ചു വിടല്ലേ പൊന്നെ, കാര്യം പറഞ്ഞു. ഞാൻ ഇന്നലെ തൊഴിലുറപ്പിന് പോയിട്ട് നേരത്തെ വന്നില്ലയോ? അന്നേരം ജലജ ഉണ്ടല്ലോ, രാജയോട് പറയുവാന്നേ ഞാന് മിനി പഴക്കാളിയാന്ന്. അത്രയുള്ളൂ? വണ്ണത് അങ്ങനെ അങ്ങ് പറഞ്ഞു. ഞാൻ മഴക്കാളിയാണോ? ഇത് ചുമ്മാ പറയുന്നതല്ലേടി? അത് ആണ്ടോടാ എടി, അത് ചുമ്മാ പറയുന്ന. നീ എന്തിനാണ് കാര്യമാക്കുന്നത്? എനിക്ക് പറയണ, എനിക്ക് അങ്ങ് തളരുവാന്നേ. ഇങ്ങോട്ട് നോക്കിയ, നീ വടക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. അതെനിക്കറിയാമെന്നുള്ള കാര്യം നിനക്കറിയാം. നിനക്കത് അറിയാമെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. നീ വഴക്കാളി അല്ലെന്നാ പറഞ്ഞത്. വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല. എന്തിനാ അത് വിട്. ഒരു ക്ഷീണമൊക്കെ അങ്ങ്. മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്ക്. കണ്ടോ? അപ്പൊ ഞാൻ വൃത്തിയില്ലാത്തതാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനല്ല പറഞ്ഞത്. എടി, കഞ്ഞിക്കലം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവിളിൽ കണ്ണുനീര് പറ്റിയിരിക്കും. അതൊന്ന് തുടച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞത്. കരിക്കണമല്ല. നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കത്തില്ലേ? അതിനകത്ത് താഴെ ഒരു പൊൻകുടം ഇരിക്കുന്നില്ലേ? ആ പൊൻകുടം വാങ്ങി. അപ്പൊ ഞാൻ കഴുത്ത് നീണ്ടത്. അല്ല പോണേ, അതുപോലെ എനിക്ക് വയ്യ. അവിടെ കേൾക്കുന്നത്, ഇവിടെ കേൾക്കുന്നത്. ഞാൻ എനിക്ക് സഹിക്കാനുള്ള ശക്തിയില്ല എനിക്ക്.